ഇത് നമ്മൾ ക്യാരറ്റ് വഴറ്റിയെടുത്ത് നല്ലൊരു അടിപൊളി പച്ചടിയാണ് തയ്യാറാക്കുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോ ഉണ്ട് നോക്കാം. ചെറിയ 3 ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതേ രീതിയിൽ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സഡ് ജാറിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 3 ചെറിയ ചുവന്നുള്ളിയും പിന്നെ 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗവത്തിച്ചൊരു മൺചട്ടി വെച്ച് കൊടുത്ത് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കണം. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചുവന്നുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലാണ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നോക്കി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ ഇതിലോട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. മിക്സഡ് ജാറിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് പുളിയുള്ളതോ ഒട്ടും പുളിക്കാത്ത തൈരോ ചേർക്കരുത് കേട്ടോ. സാമാന്യം പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. നേരത്തെ നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്തുള്ളായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചടി റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് നമ്മളൊരു പാൻ സ്ഥലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കളറൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ നോക്കി ഇതുപോലെ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും 3 വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടുക് താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പച്ചടി തയ്യാറാക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വഴറ്റി ചേർത്ത ക്യാരറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.